വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലൗഡി ക്രാഫ്റ്റ്. അപ്പോൾ നമുക്കിത് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ഉള്ള ഇതേ കൂട്ട് നല്ല പെൻസ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലോ, കമോൺ. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറോ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാവേ. അപ്പോൾ ഗൈസ് ഞാൻ സൈസിന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ അറ്റം ഇത് കണ്ടോ, ഇത് വെച്ച് ഇങ്ങനെ കൂർത്തിരിക്കണം, എന്നിട്ട് നമ്മൾ തുടങ്ങാവുള്ളൂ. അപ്പോൾ ഇത് മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് അതിൻ്റെ വേണ്ട ഒരു വണ്ണത്തിൽ അങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്കതൊന്ന് വരച്ചെടുത്താലോ. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനത്തെ ഒരു 24 കളറുള്ള സ്കെച്ചാണ്. ഇത് ഞാൻ മീഷോ നിന്നാണ് മേടിച്ചത്. ഗൈസ് ഇതിൻ്റെ ക്വാളിറ്റി പറയേണ്ട അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഡിസൈനാണ്. ഇപ്പോൾ ഞാനൊരു പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതല്ലാതെ വാട്ടർ കളർ എന്തെങ്കിലും എടുക്കാം, കൊടുക്കാവേ. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഇച്ചിരി കൂടെ ക്യൂട്ടാക്കാം. എന്നിട്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് ഹാർട്ട് ഇച്ചിരി ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് വരച്ചു കൊടുത്താലോ. അപ്പോൾ ഗൈസ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡിസൈന്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാപ്പും കൂടെ നിർമ്മിച്ചെടുത്താലോ. അതിനായിട്ട് ഞാൻ വലിയ സൈസൊന്നും എടുക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള സൈസ് എടുക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ സൈസ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ എടുത്താൽ മതി. ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഡിസൈനും കൂടെ കൊടുത്താലോ. അപ്പോൾ ഗൈസ് ഞാൻ ഈ സെയിം ഡിസൈൻ ഇവിടെ വരച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പശ തേച്ച് കൊടുക്കാം. നമ്മൾ എന്തിനാ പശ തേക്കുന്നതെന്ന് വെച്ചാൽ ഈ സാധനം ഒട്ടാനാണ്. പശ ഇല്ലാത്തവർ എന്തെങ്കിലും ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഒക്കെ ഞാൻ പറഞ്ഞു തീർന്നു. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുത്താലോ. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടാണ്. ഇനി നമ്മുടെ ക്യാപ്പിൻ്റെ സൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പേനെ തന്നെ റോൾ ചെയ്തെടുക്കണം. എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടാണ് നമുക്ക് പശ തേച്ചൊന്ന് എടുക്കാവേ. അപ്പോൾ ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യൂട്ട് കവൈസൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലോ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ വരച്ച ക്യൂലിപ്പ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ ഗൈസ് ഇതാണ് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ പേരാണ് വൈഷ്ണവി. ഹായ്.